ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റെഡ്മി സാംസങ് ഫോണുകളിൽ ആഡ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. ഇത് സാംസങ്ങിൻ്റെ A10 ഫോണാണ്. ഇനിഷ്യൽ ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറ്റിങ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ആഡ് ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ നോർമലി എന്ന് വെച്ചാൽ ഐ ഹാവ് ഓൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ടിക്ക് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് പോകാറാണ് പതിവ്. അതിന് പകരമായിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ 2 ഒഴികളിലെ പിന്നുള്ള 2 ഓപ്ഷനുകളാണ്. ഏറ്റവും ലാസ്റ്റ് പറയുന്നത് റെസിപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ. ആ ഓപ്ഷൻ എന്ത് ചെയ്യേണ്ട, ടിക്ക് ചെയ്യാണ്ട് നെക്സ്റ്റ് അടിച്ച് വിടുക. അതാണ് ആഡ് വേണ്ടയോ എന്നുള്ള ഓപ്ഷൻ. ഈ ഒരു കാര്യം ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ഒഴിവാക്കാൻ പറ്റും. നോർമലി നമ്മളെല്ലാ കാര്യത്തിനും നെക്സ്റ്റ് അടിച്ച് പോകാറാണ് പതിവ് അല്ലേ. അതിന് പരമായിട്ടൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി വേറെ പറയുന്നത് വെച്ചാൽ ഗൂഗിൾ സർവീസിനകത്താണ്. ഗൂഗിൾ സർവീസിനകത്ത് വരുമ്പോഴും അവിടെയും ഇതേപോലൊരു ഓപ്ഷൻ ഉണ്ട്, സെൻഡ് യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഡാറ്റ. അത് എന്താക്കിയിടുക, അതും ഓഫാക്കിയിടുക. അതിൻ്റെയും ആവശ്യം സാധാരണയില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. മെമ്മറി യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ആപ്പുകളൊക്കെ വരും, ഡീഫോൾട്ടായിട്ടുള്ള ആപ്പുകൾ. നമ്മളതൊന്നും തൊട്ടുപോലും നോക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകളൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അൺചെക്ക് ചെയ്ത് കളയാൻ കഴിയും. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചാൽ മതി. ഇതിപ്പോൾ കാണിച്ചതെന്ന് വെച്ചാൽ ഇനിഷ്യൽ ബൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ആഡ് ഒഴിവാക്കാം എന്നുള്ള കാര്യമാണ്. അടുത്ത സെഗ്മെൻറ്റ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഇനിഷ്യൽ സെറ്റിങ്സും ബൂട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷനകത്ത് വരുന്ന ആഡ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. ഇത് റെഡ്മി നോട്ട് 5 ആണ്. യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ്. ഇതിനകത്ത് ആഡ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. ഓരോ ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴും അതിനകത്ത് ആഡ് ഉണ്ട്. ഇത് റെഡ്മിയുടെ സെക്യൂരിറ്റി ആപ്പാണ്. ഓക്കെ, ഇതാണ് കണ്ടില്ലേ, ഒരു റിങ്ങിൻ്റെയൊക്കെ ഒരു ആഡ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നത്, സെറ്റിങ്സിൽ ജസ്റ്റ് റിസീവ് റെക്കമെൻഡേഷൻ എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ഓഫാക്കി ഇടുക. ഇത്രയും കാര്യം ചെയ്താൽ മതി. അതിനകത്ത് എന്തില്ല, ആഡ് ഒഴിവാക്കി കിട്ടും. റിസീവ് റെക്കമെൻഡേഷൻ നമ്മളുടെ സെർച്ചിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ, ആഡ് റെക്കമെൻഡേഷൻ വേണ്ടയോ എന്നുള്ള ഓപ്ഷനാണ് അത്. അത് നമുക്ക് ഒഴിവാക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ എന്താവും, നമുക്ക് ആഡുകൾ വരില്ല. ഇനി അടുത്ത വേറെ ആപ്ലിക്കേഷനിൽ ഇതേ കണക്ക് നമുക്ക് നോക്കാം. മ്യൂസിക് ആപ്പാണ്. മ്യൂസിക് ആപ്പിൽ നമ്മൾ കയറുകയാണ്. ഇതേണ്ട ആഡ് പങ്ക് വന്നിട്ടുണ്ട്. ഇത് ഒഴിവാക്കാനും ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ജസ്റ്റ് സെറ്റിങ്സിലേക്ക് പോവുക, അഡ്വാൻസ് സെറ്റിങ്സിൽ കയറുക, റിസീവ് റെക്കമെൻഡേഷൻ ഓഫാക്കിയിടുക. ഇത്രയും കാര്യം ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ഈ ആപ്പ് ഒന്നുകൂടെ ക്ലോസ് ചെയ്ത് ഓണാക്കി നോക്കാം. കണ്ടോ, ആപ്പിൽ ആഡില്ല. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൽ നിന്ന് ആഡ് ഒഴിവാക്കാനായിട്ട്.